വിരമിച്ച ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലീസ് മർദ്ദിച്ചതായി ആരോപണം. മർദ്ദനമേറ്റത് പള്ളിക്കൽ സ്വദേശി ബാബുവിന്. പരാതി അടൂർ സബ് ഇൻസ്പെക്ടറായിരുന്ന അനൂപ് ചന്ദ്രനെതിരെ. അകാരണമായി മർദ്ദിക്കുകയും ജാതിയുമായി അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന ബാബു. അനൂപ് ചന്ദ്രൻ എവിടുന്നോ അദ്ദേഹം പുറത്തുനിന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം അവിടെ ആ സ്ഥലത്ത് ഇല്ലായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ ഇല്ലായിരുന്നു. പക്ഷെ വെളിയിൽ നിന്ന് എവിടുന്നോ അദ്ദേഹം വരികയും എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു. സംഭവം മെയ് 27-ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്ന ആരോപണം. അരമണിയും കുടവയറും കുലുക്കി നഗരം നിറഞ്ഞാടി പുലിക്കൂട്ടം. പുലിക്കളിക്കായി 2ാം തവണയും 1ാം സ്ഥാനത്തെത്തി വിയൂർ യുവജന സംഘം. സീതാറാമിൽ ദേശത്തിനും നായ്ക്കനാലിനും 2ഉം 3ഉം സ്ഥാനങ്ങൾ. പതിനേഴാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. മത്സര രംഗത്ത് NDAയുടെ CP രാധാകൃഷ്ണനും ഇന്ത്യ മുന്നണിയിൽ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും. പാർലമെന്റിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 6 മണിക്ക് ആരംഭിക്കും. ഫലപ്രഖ്യാപനം 8 മണിയോടെ. വോട്ടെടുപ്പിൽ നിന്ന് ബിജു ജനതാളും BRSഉം വിട്ടുനിൽക്കും. യുവജന പ്രക്ഷോഭം കനത്തതോടെ സാമൂഹ്യ മാധ്യമ നിരോധനം പിൻവലിച്ച നേപ്പാൾ. പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച വാർത്താവിനിമയകാര്യ മന്ത്രി. പ്രക്ഷോഭം അന്വേഷിപ്പിക്കാൻ പ്രത്യേക സമിതി 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 19 പേർ. ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്നു തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യ UAE പോരാട്ടം നാളെ. കഫ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. ഒമാനെ തോൽപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടിൽ. ഖാലിദ് ജമാൽ പരിശീലനത്തിന് ശേഷമുള്ള ആദ്യ നേട്ടം.